നിറയെ പൂക്കളുണ്ടായ ഒരു കാശ്മീരി റോസാണ്. അതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പ്രൂൺ ചെയ്ത് മാറ്റണം. അപ്പം പ്രൂൺ ചെയ്ത ഈ കൊമ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്തിരി താഴ്ത്തി ഇതേപോലെ കൊമ്പുകൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഈ കൊമ്പിലെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കൊമ്പ് മാത്രം മതി, ഇലകളൊന്നും നിർത്തണ്ട. അപ്പോൾ ഞാനിതിൽ ചെറിയ കിളിർപ്പുള്ള കൊമ്പും എടുക്കുന്നുണ്ട്, അതേപോലെ ഒട്ടും ലീഫില്ലാത്ത കൊമ്പും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കാശ്മീരി റോസ് വൈറ്റിൻ്റേതും റെഡിൻ്റെയുമാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു അലോവേറ എടുക്കുക. അലോവേരയിലിട്ട് ഈ കൊമ്പുകൾ ഒന്ന് നന്നായിട്ട് അതിൻ്റെ ആ ജെല്ലൊന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ ഒന്ന് സൈഡ് ചരിച്ചാണ് കമ്പ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. എല്ലാ കൊമ്പുകളും ഇതേപോലെ അലോവേരയിൽ ഒന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ സാധാരണ മണ്ണിൽ പോട്ടിൽ വളങ്ങളൊന്നും ചേർക്കണ്ട, അതിലേക്ക് ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പോട്ടിൻ്റെ സെൻട്രൽ മാത്രമാണ് കുത്തിവെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ കിളിർപ്പ് വന്ന കമ്പും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സെൻറ്ററിലെ എല്ലാ കൊമ്പുകളും കുത്തിവെച്ചതിന് ശേഷം അപ്പോൾ ഞാൻ റെഡിൻ്റെ എല്ലാം ഒരു ചട്ടിയിലും വൈറ്റിൻ്റെ എല്ലാം കൂടെ വേറൊരു ചട്ടിയിലുമാണ് വയ്ക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് നനച്ചും കൊടുക്കണം. ഇനി ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല പൊക്കത്തിലുള്ള ഒരു ബോട്ടിൽ കട്ട് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് പ്രസ് ചെയ്യുക. കൊമ്പൊന്നും ഒന്ന് അനങ്ങാത്ത രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ രണ്ടും ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്കിതൊന്ന് എടുത്തൊന്ന് തുറന്നു നോക്കാം. ഇതെന്താണ് സംഭവം എന്ന് അറിയണ്ടേ. അപ്പോൾ കണ്ടോ, കുറേ ലീഫൊക്കെ വന്നിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കിയെടുക്കാം. അപ്പോൾ കുറേ ലീഫ് വന്നതെന്ന് വെച്ച് ആ ഉണ്ടായിരുന്ന കൊമ്പിൽ നിന്ന് ഭയങ്കരമായിട്ട് അങ്ങനെ കിളിർത്ത് വന്നതാണ്. പക്ഷേ താഴേക്ക് മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഷെയ്ക്ക് ആയതാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ബാക്കി ഒട്ടും ലീഫില്ലാഞ്ഞ കൊമ്പുകളിൽ നല്ല കിളിർപ്പ് വന്നിട്ടുണ്ട്. കണ്ട, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 കൊമ്പാണ് ഇതേപോലെ ആ കിളിർപ്പ് വന്നത് മാത്രമാണ് താഴേക്ക് ഇങ്ങനെ കരിഞ്ഞു പോയിരിക്കുന്നത്. ബാക്കിയൊക്കെ നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കൊമ്പുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. ഇനി വൈറ്റിൻ്റെ ബോട്ടിലും കൂടെ ഒന്ന് തുറന്നു നോക്കാം. മെല്ലെ ഇത് ഇങ്ങനെ മുകളിലോട്ട് പൊക്കി അങ്ങ് എടുത്താൽ മതി. കണ്ടോ, വൈറ്റ് എല്ലാം നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊമ്പുകൾ ഇതേപോലെ ആലോവേര ജെല്ലിൽ മുക്കി ഇതേപോലെ ഒന്ന് 2 ആഴ്ച നമ്മളിത് ഒന്നും അനക്കുകയേ ചെയ്യരുത്. 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഇത് എടുത്ത് നോക്കാൻ പാടുള്ളൂ. പിന്നെ ഷെയ്ക്ക് ചെയ്യാണ്ട് വെക്കാനും നോക്കണം. ഇനി ഉടൻ തന്നെ ഇതിൻ്റെ കൊമ്പുകൾ പൊക്കിയെടുത്ത് നോക്കാൻ പാടില്ല. റൂട്ട് നന്നായിട്ട് വന്നതിന് ശേഷം മാത്രം എടുത്ത് നമുക്ക് നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ള അപ്ഡേഷൻ പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.